ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് റമദാൻ സീരീസിലെ 16ാമത്തെ റെസിപ്പി ചെമ്മീൻ ഇടിയപ്പാണ്. പ്രത്യേകിച്ച് മക്കൾസിന് സ്കൂളിലേക്ക് കൊടുത്തുവിടാനും നോമ്പ് തുറക്കും എല്ലാം ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. സ്നാക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അതാണ് ഞാൻ സ്നാക്ക് എന്ന് ആദ്യം പറഞ്ഞിട്ടുള്ളത്. 17ാമത്തെ നോമ്പിൻ്റെ അന്ന് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. നമുക്കൊരു നോമ്പറുണ്ടേനും ആ ഒരു ടൈമിന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. ഇത് 2 റെസിപ്പി ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നും നാളെയായിട്ട് ഇടും. വേറെ ആയിട്ട് ഇടാൻ കാരണം മെയിൻ ആയിട്ട് ആൾക്കാർക്ക് വെറുതിച്ച് കാണാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാനുണ്ടല്ലോ ഒരു 1.5 കിലോ ചെമ്മീനാണ് വാങ്ങിച്ചത്. പക്ഷേ വൃത്തിയാക്കിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 1.25 ഉണ്ടാവുള്ളൂ. ആ തോടും ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ അത്രേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് പൊരിച്ച് കഴിഞ്ഞാൽ അതിലും ചുരുങ്ങി നിൽക്കും. ഇത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടല്ലോ വലിയ ചെമ്മീനായിട്ടോ. നാട്ടിലാണെങ്കിൽ ഇത്രയൊന്നും വലിപ്പമൊന്നും ഉണ്ടാവില്ല, ചെറുതേ കിട്ടുള്ളൂ. ഇനി അടുത്തതായിട്ട് ഒരു 5-8 ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് കുറേ മസാല ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു 5-8 ഉള്ളി എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് എരിവ് കൂടുതലാണ്, അതുകൊണ്ട് ഇത്രയും ഉള്ളിക്ക് 4 പച്ചമുളക് കറക്റ്റാണ്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി ഇത് രണ്ടും ഞാൻ ഒരുമിച്ച് 1 ടേബിൾ സ്പൂണിൻ്റെ അളവിലാണ് എപ്പോൾ എടുക്കൽ. പക്ഷേ ഇപ്രാവശ്യം ഒരു 1.5 ടേബിൾ സ്പൂണിൻ്റെ അളവിലാണ് എടുക്കുന്നത്. പിന്നെ മല്ലിച്ചപ്പും കറിവേപ്പിലയും, നമ്മൾ ഇലക്കെല്ലാം ചപ്പ് എന്നാണ് പറയുക. അടുത്തത് കാണിക്കാൻ പോകുന്നത് തേങ്ങയാണ്. ഒരു 3/4 കപ്പ് തേങ്ങ ഞാൻ ഇതിലേക്ക് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ചെമ്മീൽ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞളും 1.5 ടേബിൾ സ്പൂണ് മുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ചും കൂടി മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി കണക്കാക്കിയിട്ടാണ് ഒരു 1.5 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി എല്ലാം കൂടി മിക്സാക്കി എടുക്കുന്നുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന മുളക് എരിവുള്ളതും എരിവില്ലാത്തതും കൂടി ഒരുമിച്ച് മിക്സാക്കി എടുക്കുന്നതാണ് കേട്ടോ. അങ്ങനെ കൊഞ്ചെല്ലാം മസാലയെല്ലാം പെരക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നെയ്യിലിട്ട് പൊരിച്ചെടുക്കണം. ഓയിൽ ചൂടാക്കി വെച്ചിട്ടുണ്ടേനും സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഈ വല്ലാണ്ട് കൂട്ടണ്ട കേട്ടോ, മീഡിയം ഫ്ലെയിമിലായാൽ മതി, അല്ലെങ്കിൽ അത് വേഗം കരിഞ്ഞു പോകും. പിന്നെ ഇത് മെയിനായിട്ട് കുറേ നേരമൊന്നും വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ റബ്ബർ പോലെ ആയിപ്പോവും. അധികം നേരമൊന്നും വെക്കണമെന്നില്ല. കുറച്ച് നേരം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇങ്ങെടുത്താൽ മതി. ഇടയ്ക്കൊന്ന് എടുത്ത് നോക്കിയാൽ മതി വെന്തിട്ടുണ്ടോ ഇല്ലയോന്ന്. പിന്നെ നമുക്ക് മസാല എല്ലാം അത് വെന്തിട്ട് കിട്ടും. എനിക്ക് ആദ്യമുള്ള ഒരു കൺഫ്യൂഷൻ, കൂന്തലായാലും ചെമ്മീനായാലും ഇത് വെന്ത് കിട്ടുമെന്ന്. പക്ഷേങ്കിൽ ഇത് നന്നായിട്ട് വേവുന്നുണ്ട്. നമ്മൾ ആദ്യമെല്ലാം വേവിച്ചിട്ടെല്ലേനും പൊരിക്കൽ. പക്ഷേ ഇപ്പം ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഞാൻ പൊരിച്ചെടുക്കലാണ്. അപ്പോൾ ഞാനിതാ ഇതുപോലെ എല്ലാം കോരി മാറ്റുന്നുണ്ട്. ഈ പാനിലെ ഇടത്തെ സൈഡിൽ തീ കുറച്ച് കൂടുതലായിട്ട് വന്നുകൊണ്ട് ആ ഭാഗത്തുള്ള ചെമ്മീൻ്റെ മുകളിൽ പിടിച്ച മസാല അത് കരിഞ്ഞ പോലെ ഉണ്ട്. അത് മസാലയാണ്, അല്ലാണ്ട് ചെമ്മീൻ കരിഞ്ഞതല്ല കേട്ടാ. നമ്മൾ ചെമ്മീന് കൊഞ്ചനെന്നാണ് പറയുക ഇവിടെയുള്ള എല്ലാവരും. അതുകൊണ്ട് ചിലപ്പം കൊഞ്ചനെന്നും പറഞ്ഞു പോവും. ഇനി നേരത്തെ കാണിച്ച ഉള്ളിയെല്ലാം ഞാൻ ചോപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം ഞാൻ ചോപ്പറിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതാവുമ്പം വേഗം പണികൾ എളുപ്പമായി കിട്ടും. ഇതിൽ മുന്നത്തെ വീഡിയോയിൽ കട്ട്ലൈറ്റിന് ഞാൻ കത്തി കൊണ്ട് തന്നെയാണ് മുറിച്ച് വെച്ചിട്ടുള്ളത്. അതിൻ്റെ റീസണും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും പച്ചമുളകും ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ഇനി നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെ വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞാൽ ചെമ്മീൻ പൊരിച്ച ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ക്ലിയർ ആയിട്ട് കീടയില്ലാത്ത നെയ്യാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. അതിനുശേഷം ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഇട്ട ഉടനെ തന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുക്കുന്നത് ഇതെല്ലാം വേഗം വാടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, ഒന്ന് വാട്ടി കൊടുക്കുന്നുണ്ട്. വേഗം വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് ഞാനൊന്ന് മൂടി വെക്കുന്നുണ്ട്. കണ്ട, ഇത് വേഗം വാടിക്കിട്ടിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു ചെമ്മീൻ ഇടിയപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മക്കൾക്കെല്ലാം. ഞാൻ മെയിനായിട്ട് കറികളൊന്നും ഇല്ലാത്ത ഐറ്റംസാണ് മക്കൾക്ക് കൊടുക്കൽ സ്കൂളിലേക്ക്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഈസ്റ്റേൻ്റെ ഫിഷ് മസാലയാണ്. ഞാൻ അങ്ങനെ നോക്കലൊന്നുമില്ല, ഏതെങ്കിലും ഇട്ട് കൊടുക്കും കേട്ടോ. 1/2 ടീസ്പൂൺ ഫിഷ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇല്ലെങ്കിൽ ചെയ്യണമെന്നില്ല, ഇല്ലെങ്കിലും സൂപ്പറായിട്ട് ഉണ്ടാവും കേട്ടോ. ഞാൻ ബിരിയാണിയെല്ലാം വെക്കുമ്പോൾ ഇപ്പോൾ ഉള്ളതുകൊണ്ട് ഇട്ട് കൊടുക്കലുണ്ട്. ഇനി ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ മഞ്ഞളും മുളകൊന്നും ഇട്ട് കൊടുക്കാണ്ടുന്നത്. ചെമ്മീൻ ഞാൻ ഇതെല്ലാം മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അധികം മസാലേൻ്റെ ആവശ്യമില്ല. നല്ല സ്പൈസി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അത് നിങ്ങൾക്ക് ലാസ്റ്റ് നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാവും കാണുമ്പോൾ. മസാല ഒരുവിധം സെറ്റായിട്ടുണ്ട്. ലാസ്റ്റ് ഇതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും കൂടി കത്രി കൊണ്ട് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു മസാല തന്നെ നമുക്ക് പലതിലും മിക്സാക്കാൻ പറ്റും കേട്ടോ. ഇതിലെ മസാല കുറവാണെങ്കിൽ നിങ്ങൾക്ക് പെപ്പറും അല്ലെങ്കിൽ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. അത് നോക്കിയിട്ട് ചെയ്താൽ മതി. പിന്നെ പ്രത്യേകിച്ച് ഉപ്പും ഇടയ്ക്ക് നോക്കിയാൽ മതി. ഉപ്പിൻ്റെ കറക്റ്റ് അളവ് പറയാണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ഉപ്പ് ചിലരത് കൂടാനും കുറയാനും സാധ്യതയുണ്ട്. ലാസ്റ്റായിട്ട് ഇതിലേക്ക് 3/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ നിങ്ങൾക്ക് ആദ്യം കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നോക്കാം. മസാലക്ക് കണക്കായിട്ട് തേങ്ങ ഇട്ട് കൊടുത്താൽ മതി. തേങ്ങ ഓവറായിട്ട് ഇട്ട് കൊടുക്കണമെന്നില്ല. ചെമ്മീൻ ഇടിയപ്പത്തിനും മസാലപ്പുട്ടിനും എല്ലാം ഇങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇന്നൊരു ഡിഷുണ്ട് കണ്ണൂരിലെ മസാല ബോണ്ട എന്ന് പറയുന്നത്. അതൊരു ഉരുട്ടിയിട്ട് അരി കൊണ്ട് ഉരുട്ടിയിട്ടും
ഇതുപോലെ മസാല നിറച്ചിട്ട് വെക്കുന്നതാണ്. അത് പണ്ട് മുതലേ ഉമ്മാമേല ഉണ്ടാക്കി തരുന്നതാണ് കേട്ടോ. അപ്പം നമ്മളെ മസാല ഇവിടെ സൂപ്പറായിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡാർക്ക് കളറായിട്ടുണ്ടാവും. കണ്ട ഈ ഒരു കളറായിട്ട് കിട്ടും കേട്ടോ മസാല. ഈ ഒരു മസാല കൊണ്ട് ഒരു 55-60 ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ കൊണ്ടുപോയത് ഒരു 35-40 ഇടിയപ്പമാണ് കേട്ടോ. അപ്പം ഈ ഒരു ആമീസിൻ്റെ പത്തിരിപ്പൊടി കൊണ്ടാണ് മാവ് കുഴക്കുന്നത്. ഇപ്പം ഞാൻ എടുക്കുന്നത് 1/2 കിലോനാണ്. ഈ ഒരു പത്തിരിപ്പൊടി കൊണ്ട് പച്ചവെള്ളത്തിൽ തന്നെ നോർമലായിട്ട് കുഴച്ചെടുത്താൽ മതി, ചൂടുവെള്ളത്തിലൊന്നും കുഴക്കണമെന്നില്ല. ഇനി ഇതിലേക്ക് ഉപ്പും വെള്ളവും ഒഴിച്ച് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കണം. നമ്മൾ പത്തിലെല്ലാം ചൂടുന്ന ആ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. അധികം ലൂസായി പോവും ചെയ്യേണ്ട, ടൈറ്റായി പോവും ചെയ്യേണ്ട, ആ ഒരു പരുവത്തിൽ കണ്ട ഇതുപോലെ നമുക്ക് കിട്ടണം. ആദ്യം ഉണ്ടല്ലോ പൊടി കിട്ടിക്കഴിഞ്ഞാൽ വേറെ തന്നെ ഇടിയപ്പത്തിൻ്റെ പൊടി ചൂടുവെള്ളത്തിലെല്ലാം കുഴച്ച് കുറേ ടൈം എടുത്തിട്ടാണ് ആക്കിയെടുക്കൽ. പക്ഷേ ഇപ്പം ഇങ്ങനെ തന്നെ പച്ചവെള്ളത്തിൽ കുഴച്ചിട്ട് തന്നെയാണ് ഞാൻ ആക്കിയെടുക്കൽ. അതുപോലെ തന്നെ അടയും കുഞ്ഞിപ്പത്തിലും എല്ലാം ഇങ്ങനെ ആക്കിയെടുക്കൽ. കുഞ്ഞിപ്പത്തിൻ്റെ എല്ലാം വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ, കാണാത്തവരുണ്ടെ കണ്ടാൽ മതി. അങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രം എടുത്തിട്ടുണ്ട്. ഇടിയപ്പത്തിന് നമ്മൾ നൂൽപ്പിട്ട് എന്നും പറയട്ടാ, സേവനായി എന്നും പറയും തോന്നുന്നു നൂൽപ്പിട്ട് ഉണ്ടാക്കുന്ന സാധനത്തിന്. ശരിക്കും ഇതിന് എന്താ പറയാന്നറിയില്ല. ഇത് അടിപൊളി സാധനമാണ്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്, ഇന്ത്യാലയത്തിൻ്റെതാണ്. ഇതിൽ ചെറിയ അച്ചുണ്ട്, അതുകൊണ്ട് അത്രയും നൈസായിട്ട് നമുക്ക് നൂൽപ്പിട്ട് കിട്ടും. കൈമേൽ നെയ്യാക്കി എന്നിട്ട് അരി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. പിന്നെ പണ്ടെല്ലാം വായിലും ഫോയിലെല്ലേനും ഞാൻ നൂൽപ്പെട്ട് ഉണ്ടാക്കിയെടുക്കൽ. പക്ഷേ ഇപ്പം ഇഡ്ലി ചെമ്പിൽ നല്ല വൃത്തിക്കായിട്ടാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കൽ. ഇഡ്ലീൻ്റെ ഷേപ്പിലായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കുറേ ഇഡ്ലി പാത്രം കാണിച്ചിട്ടുണ്ട്. ഇത് നോർമലാണ്, നാട്ടിലെല്ലാം പണ്ടെല്ലാം ഉപയോഗിക്കുന്നതാണ്. ഇതാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇത് തട്ട് തട്ടായിട്ട് ലെയറായിട്ടുള്ളതാണ്. നാട്ടിൽ നിന്നും ഒന്ന് വാങ്ങിയിട്ടുണ്ട്, ഇവിടുന്ന് ഹസ്ബൻഡ് വാങ്ങി വെച്ചിട്ടും ഉണ്ടേനും. ചെറുതും ഉണ്ട് വലുതും ഉണ്ട്. ആദ്യം എനിക്ക് ഉപയോഗിക്കാൻ അറിഞ്ഞൂടേനു, അതുകൊണ്ട് കുറേ ടൈം എടുത്ത്. പിന്നെ സിമ്പിളാണെന്ന് പിന്നെ മനസ്സിലായത്. എൻ്റെ അടുത്ത് ആദ്യം ഒമ്പുള്ള ചെറിയൊരു ഇഡ്ലി പാത്രേനുള്ളത്, അതാവുമ്പം അവർക്ക് കഴിക്കാനും കൊണ്ടുപോകാനും പറ്റൂല. പിന്നെ ഇത് കിട്ടിയ സമയത്ത് വേഗം എളുപ്പമായി കിട്ടി. ഇതിൽ ഒരുമിച്ചിട്ട് ഒരു 4 തട്ട് നമുക്ക് വെക്കാം. വെക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇഡ്ലി പാത്രത്തിൽ കുറച്ചേ വെള്ളം വേണ്ടുള്ളൂ. എനിക്ക് ആദ്യം ഈ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ വെള്ളം നോർമലായിട്ട് എടുക്കുന്ന പോലെ എടുത്തിട്ട് ഇത് വെച്ച സമയത്ത് മൊത്തം ഇത് കലങ്ങിപ്പോയിട്ടുണ്ടേനും, എല്ലാം ആകെ മിക്സായി പോയി. ഇത് കറക്റ്റ് അടി അത്രേ വെക്കാൻ പറ്റുള്ളൂ. വെള്ളം കുറഞ്ഞുകൊണ്ട് പാത്രം അടി പിടിക്കോ അതുപോലെ കരിഞ്ഞു പോവോ അങ്ങനെയൊന്നും ഇല്ല. അത് തീ കുറച്ച് വെച്ചാൽ മതി, വേഗം തന്നെ വെന്ത് കിട്ടും. ഒരു 5-6 മിനിറ്റ് വെച്ചാൽ തന്നെ മതി, എല്ലാം സ്റ്റീമായിട്ട് കിട്ടും. ഇനി ഈ ഒരു പാത്രത്തിൻ്റെ അടിയിൽ ഞാൻ നെയ്തടവി കൊടുത്തിട്ട് ഇതുപോലെ നൂൽപ്പിട്ടാക്കി കൊടുത്തിട്ടുണ്ട്. കുറച്ച് മേലാക്കി കൊടുക്കണ്ടോ, അതിൻ്റെ മുകളിലായിട്ട് മസാല ഇതുപോലെ വെച്ച് കൊടുക്കണം. മസാല കുറയൊന്നും വെക്കണമെന്നില്ല, കുറച്ച് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നൂൽപ്പിട്ട് കവറായി കൊടുക്കണം. ഈ ഒരു നൂൽപ്പിട്ട് വേഗം നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും, നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടും കേട്ടോ ഈ ഒരു സേവനായിൽ. പിന്നെ നിങ്ങളോട് പറയാനുള്ളത് റമദാൻ റെസിപ്പീസ് ഞാൻ റമദാൻ സീരീസ് പോലെ 1 മുതൽ ഇതുവരെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 16-മത്തെയാണ്. അപ്പോൾ റമദാൻ റെസിപ്പീസ് എന്നുള്ള പ്ലേലിസ്റ്റിലുണ്ട്, നിങ്ങൾ എന്തായാലും അത് കണ്ടോ കേട്ടാ. അതിൽ കറക്റ്റായിട്ട് എല്ലാം ഉണ്ടാവും. കഴിഞ്ഞ കൊല്ലത്തെ റമദാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ, അതും ഉണ്ട് കേട്ടാ. അപ്പം സ്നാക്കായാലും ബ്രേക്ക്ഫാസ്റ്റ് ആയാലും എല്ലാം ഉണ്ട്. ഇത് മാത്രമല്ല കിഡ്സ് ലഞ്ച് ബോക്സ് റെസിപ്പീസ്, കറി റെസിപ്പീസ്, പിന്നെ നാടൻ ഫുഡ്, അങ്ങനെ എല്ലാം പ്ലേലിസ്റ്റ് ഉണ്ട് കേട്ടോ. മെയിൻ വ്ളോഗ്സ്, കുക്കിങ്ങും ട്രാവലിങ്ങും അങ്ങനത്തെ എല്ലാം വ്ളോഗ്സും ഉണ്ട്. സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. മസ്റ്റായിട്ട് കാണാത്തവരുണ്ടെന്ന് കണ്ടോ കേട്ടോ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. മെയിൻ മലബാർ ഫുഡാണ്, പ്രധാനമായിട്ടും ബിരിയാണിയാണ്. ഇൻഷാ അല്ലാ ഇനി ഈദ് സ്പെഷ്യലായിട്ടും ഞാൻ എന്തെങ്കിലും റെസിപ്പീസ് ഇടുന്നതായിരിക്കും. കണ്ട ഈ ഒരു തട്ട് ഇതുപോലെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ 3-4 തട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലും നേരത്തെ കാണിച്ചതിൻ്റെ തൊട്ട് തന്നെ ഇടിയപ്പം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാത്രത്തിലാണ് ഞാൻ വെക്കുന്നത്. ഇത്രയും വെള്ളമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇതുപോലെ വെച്ച് കൊടുക്കണം. കുറച്ച് മുമ്പ് വെച്ചോണ്ട് തന്നെ പാത്രം ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിത് വെച്ച് കൊടുത്തിട്ട് ലിഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു 5-6 മിനിറ്റ് വെച്ചാൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ തീ കൂടി പോവേണ്ട, മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചാൽ മതി. വേഗമായി കിട്ടാൻ വേണ്ടിയിട്ട് അടുത്ത ഗ്യാസ് മേലും ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നേരത്തെ കാണിച്ച പാത്രമാണ്, ഇത് എൻ്റെതല്ല. ഇത് ഇവിടെ വെച്ച കസിൻസിൻ്റെതാണ്. ഒരു നാട്ടിൽ പോയി, അപ്പോൾ ഓരോ പാത്രം ഇവിടെ ഉണ്ടേനും ആ ഒരു പാത്രമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് വേഗമായി കിട്ടണം, കുറേ ഉണ്ടാക്കേണ്ടതല്ലേ. വെറുതെ എന്തിനാ ടൈം വേസ്റ്റ് ആക്കുന്നത്, ഗ്യാസ് ഫ്രീ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ 8 എണ്ണേ വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ, 4-4 ആദ്യം എൻ്റെ അടുത്ത് ഈ ഒരു പാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ മക്കൾ കൂടിയപ്പം എന്താ ഈ പാത്രം ഇത് പോരാൻ തോന്നി. കാരണം മെയിനായിട്ട് അവർക്ക് ഇഡ്ലിയും ഇതുപോലെ മസാല ഇടിയപ്പവും കണ്ണപ്പം അങ്ങനെയെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് വലുത് തന്നെ നോക്കിയിട്ട് മേടിച്ചതാണ്. എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു കറുപ്പ് കളർ ലിഡ് ഉണ്ടായിരുന്നു, ഇതിൻ്റെ ഇത് പിടിക്കുന്നിടത്ത്, അത് എൻ്റെ അടുത്ത് മിസ്സായിപ്പോയി. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. അത് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെച്ചിട്ട് സെപ്പറേറ്റ് ആണ് ഞാൻ എടുത്ത് മാറ്റിയിട്ടുള്ളത്. പിന്നെ ഞാൻ അതിൻ്റെ നോർമൽ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്.
വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേഗം പണികൾ എളുപ്പമായി കിട്ടി. അങ്ങനെ ഞാനിതെല്ലാം പ്ലേറ്റിലോട്ടേക്ക് സെർവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇങ്ങനെയല്ല കൊണ്ടുവന്നത്, കാസറോളാക്കിയിട്ടാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഇത് കറക്റ്റ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയിട്ട് അവർ കഴിക്കുകയും ചെയ്തിട്ടുണ്ട്, കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. നമ്മളെ ഫാമിലി നോമ്പ് പറയാണ്, വേറെ ആരുമില്ല. ഏട്ടനും അനിയനും ഏട്ടൻ്റെ വൈഫും നമ്മളെല്ലാണ്, പിന്നെ ഒരു കസിനും ഉണ്ടേനും. ഇതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സ്നാക്ക് ഞാൻ നാളെ ഇടുന്നതായിരിക്കും. മസ്റ്റായിട്ട് കാണണേ, നിങ്ങൾക്ക് പറ്റിയതാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഞാൻ പുതിയ റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.